കേരള സ്റ്റോറി 2 ഇതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. ഏകദേശം 3 വർഷം മുമ്പ് 2023 മെയ് സമയത്ത് എന്താണെന്ന് തോന്നുന്നു ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ റിലീസായത്. അവര് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിലും കേരളത്തിൽ ഭയങ്കര കോമഡി ആയി പോയ ഒരു സിനിമയാണ്. പക്ഷെ നോർത്തിലൊക്കെ അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. കമ്പാരിറ്റീവ്ലി ചെറിയൊരു സംസ്ഥാനം ആയതുകൊണ്ട് മലയാളം എന്ന് പറയുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രം, ഒരു ന്യൂനപക്ഷം മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയുള്ള എൻ്റയർലി ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ടും നോർത്തിലേക്ക് പോകുന്തോറും കേരളത്തെ പറ്റിയുള്ള ഇവരുടെ ധാരണ വളരെയധികം കുറവാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വലിയൊരു അറിവില്ലാത്തൊരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ആദ്യം കിട്ടുന്ന അറിവ് എവിടെ നിന്നാണ് ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട് രൂപപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉഗാണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മൾ അതിനെപ്പറ്റി വലിയതായിട്ട് കണ്ടിട്ടില്ല കേട്ടില്ല, ഒരുപാട് സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഉഗാണ്ടയെ പറ്റി കാണുന്നൊരു സിനിമ, ഉഗാണ്ട ബേസ്ഡ് ആക്കി എടുത്തൊരു സിനിമയിൽ നമ്മൾ കാണുന്ന നരഭോജികളായിട്ടുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പട്ടാപ്പകല് പോലും റേപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉഗാണ്ട എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഇമ്പാക്ട്, ആദ്യം ഉണ്ടാകുന്ന വിഷ്വൽ എന്തായിരിക്കും? ഉഗാണ്ട എന്ന് പറയുന്ന നരഭോജികളുള്ള ഒരു സ്ഥലം, പട്ടാപ്പകല് പോലും ആളുകളെ റേപ്പ് ചെയ്യുന്ന സ്ഥലം, പിടിച്ചുപറിയുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ യഥാർത്ഥ ഉഗാണ്ട എന്ന് പറയുന്നതിന്റെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു നഗരമാണെന്ന് നിങ്ങൾ വിചാരിക്കുക, അസ്യൂം ചെയ്യുക. പക്ഷേ അതെന്താണെന്ന് അറിയാത്ത ഇവിടെ താമസിക്കുന്ന നമ്മളുടെ മനസ്സിൽ എന്തായിരിക്കും ഉഗാണ്ടയെ കുറിച്ചുള്ള? ഇതാണ് ഇവരുടെ നമ്പർ 1 പ്രൊപ്പഗണ്ട. ഇങ്ങനൊരു പ്രൊപ്പഗണ്ട എന്താണ് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 മെയ് 5 സംതിങ് ആണ് കേരള സ്റ്റോറി 1 റിലീസായത്. എയറിലായൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് കാണിച്ചത്? മലയാളിയായിട്ടുള്ള ട്രിവാൻഡ്രംകാരിയായിട്ടുള്ള പെൺകുട്ടിയെ മലപ്പുറത്തുകാരൻ ആ ഒരു ബേസിൽ എന്തുള്ള ആൾക്കാർ മതം മാറ്റി കൊണ്ടുപോകുന്നു. അതാണ് അതിനകത്തുള്ള മെയിൻ പ്ലോട്ട്. എന്നിട്ട് അവരെ രാജ്യം കടത്തുന്നു, അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. സുദീപ്തോ സെൻ എന്നാണ് ഈ സിനിമയുടെ ഡയറക്ടറിന്റെ പേര്. ബെസ്റ്റ് ഡയറക്ഷനുള്ള അവാർഡും പിന്നെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള എന്തോ അങ്ങനെ 2 നാഷണൽ അവാർഡാണ് ആ പൊട്ടപ്പടത്തിന് കിട്ടിയത്. ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എത്രത്തോളം ഉണ്ട് അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി എന്നുള്ളത്. ഏകദേശം ഏതാണ്ട് 10-30 കോടിയിൽ താഴെ ചെലവഴിച്ച് നിർമ്മിച്ച പടം നോർത്തിലേക്ക് പോയപ്പോൾ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ അതിന്റെ കളക്ഷൻ നോക്കിയാൽ മതി. 300 കോടി സംതിങ് ആണ് ആ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ രീതിയിലുള്ള പ്രൊപ്പഗണ്ട അവാർഡുകളും കിട്ടി. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ്, ബെസ്റ്റ് ഡയറക്ടർ പോലുള്ള അവാർഡുകളും കിട്ടി. അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും 2026 കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന അതിലും വലിയ മികച്ച ഒരു സാധനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, കേരള എന്നിങ്ങനെ 3 സംസ്ഥാനത്തിന്റെ കഥയാണ് കാണിക്കുന്നത് പറയുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ 3 സംസ്ഥാനത്തിന്റെ കഥ കാണിക്കുന്ന ഒരു പടത്തിൽ എന്തിന് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ കൊടുക്കണം? സംഭവം സിമ്പിൾ ആണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത്രത്തോളം ഇമ്പാക്ട് കേരള സ്റ്റോറി ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കില്ല എന്നിവർക്കറിയാം. കാരണം കേരള എന്ന് പറയുന്നത് ഇവർക്കൊരു ഏലിയൻ സ്റ്റേറ്റ് പോലാണ്. ഇവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇവർക്ക് കുറെ ധാരണകളുണ്ട്. കേരളത്തിനെ പറ്റി ഒരു മുൻധാരണ എന്ന് പറയുന്നത് ഇപ്പൊ ഏതിനെ മഹത്വൽക്കരിച്ചാണ് അല്ലെങ്കിൽ ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇറക്കിയിരിക്കുന്നത്, ആ ആളുകൾക്ക് കേരളത്തിൽ വലിയ ഹോൾഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ റിലവൻസ്. അവർക്ക് വർഷങ്ങളായിട്ട് കേരളത്തിൽ ശ്രമിച്ചിട്ട് ഒന്നും നേടാൻ സാധിക്കുന്നില്ല. വട്ടപൂജ്യം, ബിഗ് സീറോയിലാണ് ഇപ്പോഴും അവർ കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും അവർക്ക് ഇവിടെ ഒരു ഹോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതെന്താണ് എന്നുള്ളൊരു ചോദ്യം ഒട്ടുമിക്ക എല്ലാ നോർത്ത് ഇന്ത്യൻ ആളുകളുടെയും മനസ്സിലുണ്ടാകും. കാരണം അവിടെയൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയി ഇവരുടെ തമ്മിത്തല്ലിക്കലും പരിപാടിയും മതസ്പർദ്ധയും പ്രൊപ്പഗണ്ടയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലോട്ട് മാത്രം ഇത് എത്തുന്നില്ല. അപ്പോൾ അത് വലിയ രീതിയിൽ അവർക്കൊരു തിരിച്ചടിയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം പറ്റുന്നില്ല? അപ്പൊ അതിനെന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? കേരളം ഇങ്ങനെയുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ലവ് ജിഹാദാണ് നടക്കുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കും, അല്ലെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിൽ ഇത് വർക്കാകാത്തത് കേരളം ഒരു മിനി പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ കേരളം ഒരു ലവ് ജിഹാദ് സ്റ്റേറ്റ് ആണ്, അവിടെ മറ്റു തരത്തിലുള്ള ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് അവിടെ ഒന്നും നടക്കാത്തത് എന്ന് പറഞ്ഞ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞു വരുത്തുക, അല്ലെങ്കിൽ വിടക്കാക്കി തനിക്കാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പൊ ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സിന്റെ പ്രൊപ്പഗണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവമുള്ള ആളുകൾക്ക് കേരളത്തിൽ ഒരു വിധത്തിലുള്ള ഹോൾഡും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളം ഒരു മിനി പാകിസ്ഥാനാണ്, കേരളത്തിൽ നടക്കുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് എന്നൊക്കെ കേരളത്തെ പറ്റി അറിയാത്ത നോർത്തിലുള്ള മറ്റാളുകളെ വിശ്വസിപ്പിക്കുക. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഹോൾഡ് ഇല്ലാത്തതെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. കാരണം അവരുടെ വോട്ട് പോകാൻ പാടില്ല, അവർ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഈ മെട്രിക്സ് സിനിമയിലകത്തൊക്കെ കാണുന്ന പോലെ ഇവരൊരു ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഒരു മെട്രിക്സ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവർ. അവരൊരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. അതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവർ ഈ സിനിമയിലൂടെ കാണുമ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? കേരളത്തിലുള്ള ആളുകളെല്ലാം മറ്റ് രീതിയിലുള്ള ആളുകളാണ്, ആളുകളെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഹൈന്ദവ സംസ്കാരത്തെ അടിച്ചമർത്തുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നോർത്തിലുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള നോർത്ത് ഇന്ത്യൻസിന് അറിയാം ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ എത്രത്തോളം മതസൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയാണ്, ആ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ എത്രത്തോളം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പൊ കേരളത്തിലുള്ള ആളുകളെല്ലാം കടുത്ത മുസ്ലിം തീവ്രവാദികളാണ്, ആളുകളെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്ന ആളുകളാണ്. എന്നൊക്കെ കാണിച്ചാലേ ഇവർക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
ഇനി ഞാൻ നിങ്ങളെ ഇവരുടെ ഈ സിനിമയുടെ ട്രെയിലർ ഒന്ന് കാണിക്കാം, എന്നിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. इंशाअल्लाह अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा. അടുത്ത 25 വർഷത്തിൽ മൊത്തം ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആവും. ഏത്? 14% മാത്രം മുസ്ലിങ്ങളുള്ള ഇന്ത്യ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടും എന്ന് പറയുന്ന പോലെ നോർത്തിലേക്ക് പോകുമ്പോൾ അപ്സ്റ്റെയർ വേക്കൻ്റ് ആയിക്കൊണ്ടിരിക്കും, ബുദ്ധിയുടെ അളവും കുറയും. കാരണം അവിടെ കോമൺ സെൻസ്, വിവേചന ബുദ്ധി ഇതിനേക്കാളുമൊക്കെ ഉപരി അവിടെ വർക്ക് ചെയ്യുന്നത് മതവും രാഷ്ട്രീയവും ഒക്കെയാണ്. അത് കേരളത്തിലും ഇല്ലെന്നല്ല, കേരളത്തിൽ ഒരുപാടുണ്ട്. അത് കേരളത്തിലുണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലറുകളുടെയോ ഇതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. കേരളത്തിൽ താമസിച്ചുകൊണ്ട് കേരളത്തിനെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ പൗരനായിട്ട് നിന്നുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. സെയിം വൈൻ ഇൻ ഡിഫറെന്റ് ബോട്ടിൽസ് എന്നൊക്കെ പറയുന്ന പോലെ. ഇന്ത്യയിൽ ശരിയ നിയമം വരും. അവരിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നോർത്തിലോട്ടുള്ള ആളുകളെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അവരെ ഇൻസെക്യൂർ ആക്കി വെടക്കാക്കി തനിക്കാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമർനാഥ് ജായും അമൃതലാൽ ഷായും ആണ് ഇത് എഴുതിയിരിക്കുന്നത്. വിപുൽ അമൃതലാൽ ഷാ എന്ന് പറയുന്ന കേരള സ്റ്റോറി 1-ന്റെ പ്രൊഡ്യൂസറാണ്. കേരള സ്റ്റോറി 1 എഴുതിയത് ഇയാളും സുദീപ് സുസെന്നും പിന്നെ വേറൊരാളും കൂടാണ്. हमारा काम है हिंदू लड़कियों को अपना बनाना. ഒരു മൊയ്ലിയാർ എന്ന് പറയുകയാണ്, നമ്മുടെ ജോലി എന്ന് പറയുന്ന ഹിന്ദു പെണ്ണുങ്ങളെ നമ്മുടെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी. ഭൂഖി മർജാവുമെങ്കിൽ ലേക്കിൻ ബീഫ് നഹീ ഖാവുമെങ്കിൽ. അത് ഓരോരുത്തരുടെ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമയുടെ കാര്യമല്ല, ഞാൻ ടോട്ടലായിട്ടുള്ളൊരു കാര്യം പറയാണ്. ഇപ്പോൾ മുസ്ലിംസിനോട് പന്നി കഴിക്കാൻ പറഞ്ഞാലും അവരിങ്ങനെ തന്നെ പറയത്തുള്ളൂ, പട്ടിണിയൊന്നും മരിക്കാം പക്ഷേ ഞങ്ങൾ പന്നി കഴിക്കില്ലെന്ന് പറയും. സോ അതുപോലെ തന്നെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ആരും നിർബന്ധിക്കാൻ പാടില്ല ബീഫ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പന്നി കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ അങ്കമാലി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സിനിമ തന്നെ വന്നതാണ്, എത്രത്തോളം പന്നിയാണ് ഒരാഴ്ച വിറ്റഴിയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കഴിച്ചോട്ടെ, അതുപോലെ തന്നെ ബീഫ് കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കഴിച്ചോട്ടെ. പക്ഷേ ഈ പറയുന്നത് ബീഫ് കഴിക്കുന്നതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊന്നിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ ആളുകളാണ് ഈ പറയുന്നത് ആലോചിക്കണം. കാമഖ്യ നാരായൺ യോഗി ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ആൾക്കാരോടൊന്നും പറയേണ്ട കാര്യമില്ല, അവർ ട്രെയിലർ വന്നപ്പോൾ തന്നെ അവർ വിദ്യ എഴുതി കഴിഞ്ഞു പ്രൊപ്പഗണ്ട മൂവിയാന്നുള്ളത്. പക്ഷേ ഇത് ഇവർ ഉദ്ദേശിച്ച രീതിയിൽ നോർത്തിൽ ചിലപ്പം ഒരു എഫക്റ്റ് ഉണ്ടാക്കിയേക്കും. കാരണം നോർത്തിലുള്ള ഭൂരിപക്ഷം പേർക്കും കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നോ കേരളം എന്താണെന്നോ അറിയില്ല. അവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽ ഫാൻറ്റസികളൊക്കെ കണ്ടിട്ടാണ് കേരളത്തിനെ വിലയിരുത്തുന്നത്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൽ വന്നിട്ടുള്ള നോർത്ത് ഇന്ത്യൻസിനൊക്കെ അറിയാം കേരളം എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ചിന്തിക്കാൻ വേറെ കാര്യം, ഈ സിനിമയെ പ്രതിഷേധിച്ച് ഈ സിനിമ റിലീസാകുന്ന തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ബീഫ് ഫെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ ഈ സിനിമ ഓടുന്ന തിയേറ്ററിൽ കയറി സിനിമ കാണാൻ കയറി കോഴി വിളിക്കുക, ഇതൊന്നും ഇവർ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം ഇവരൊന്നും ഒരു വലിയൊരു ഇമോഷണൽ വാലിഡേഷൻ ഒന്നും ആഗ്രഹിക്കില്ല. ഇവരുടെ പ്രൊപ്പഗണ്ട വേറെയാണ്. ഇവരുടെ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് നോർത്തിലുള്ള ആളുകളെയാണ്. നോർത്ത് വോട്ട് ബാങ്കാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള രാഷ്ട്രീയ ചിന്താഗതികൾ ഇവർക്കുണ്ടാവും. അപ്പം നമ്മളിവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നോർത്തിലുള്ള ഇത് തന്നെ വീഡിയോ എടുത്തിട്ട് നോർത്തിലുള്ള ആളുകളെ വേറെ രീതിയിൽ കാണിക്കാൻ ഇവർക്ക് നമ്മൾ ഒന്നുകൂടെ വഴിവെച്ച് കൊടുക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇവരുടെ ഉദ്ദേശം എന്താണ്? അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. നമ്മളിവിടെ ബീഫ് ഫെസ്റ്റോ അതൊക്കെ നടത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ. ഇങ്ങനൊരു സിനിമ ഇവിടെ നടക്കുമ്പോൾ ഒരാൾ പോലും, എന്തായാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുള്ള പോലെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അവരൊക്കെ എന്തായാലും കയറി കാണും, അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മളെപ്പോലുള്ള സെക്യുലർ ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ആളുകളൊന്നും ഒരു രീതിയിലും ഇതിനെ കെയർ ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിങ്ങനൊരു സിനിമ വന്നെന്നോ പോയെന്നോ ഒന്നും നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇവിടെ റിലീസായ തന്നെ 1-2 ദിവസം ആളുകൾ ഇല്ലാതാകുമ്പോൾ തന്നെ സിനിമ മാറും. അൾട്ടിമേറ്റ്ലി തിയേറ്ററുകാർക്ക് ഇതൊരു ബിസിനസ്സാണ്. സോ അവർ തന്നെ ഈ സിനിമ എടുത്ത് മാറ്റും. സോ കേരളത്തിൽ നിന്നെങ്കിലും നമുക്ക് ഇവർക്ക് കിട്ടുന്ന കളക്ഷൻ കുറച്ച് കൊടുക്കാം എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാം. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇനി പ്രത്യേകിച്ച് പബ്ലിസിറ്റി ഒന്നും കിട്ടാനില്ല. കാരണം ഒരുപെട്ട എല്ലാവരും ഈ സിനിമയെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. കാരണം അത്രത്തോളം പബ്ലിസിറ്റി ഓൾറെഡി ഈ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. സോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്താണ് റിയാലിറ്റി എന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. പറ്റുമെങ്കിൽ ഹിന്ദിയിലും ഒക്കെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് ഇടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതിനെപ്പറ്റി ഹിന്ദിയിലൊരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. സോ ബാക്കി അങ്ങനെ ഹിന്ദി അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ചെയ്യാൻ
കഴിവുള്ളവർ അങ്ങനെയൊക്കെ ഹിന്ദിയിലൊക്കെ വീഡിയോ ചെയ്തിട്ട് ആളുകളെ കുറച്ചെങ്കിലും 1000 പേര് കാണുമ്പോൾ അതിൽ 5 പേരെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഒരു നേട്ടമാണ്. അവരെങ്കിലും സത്യം മനസ്സിലാക്കി മെട്രിക്സ് ലോകത്തിനകത്തുനിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. സോ ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള പ്രൊപ്പഗണ്ട സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ കാലഘട്ടത്തിലെ പ്രൊപ്പഗണ്ട സിനിമകളാണ് ഈ തരത്തിലുള്ള മതസ്പർദ്ധ, തമ്മിൽ തല്ലിക്കൽ, രാഷ്ട്രീയ ചൂഷണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം മലയാളികളോട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാലും അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്. I'll see you in my next video. I'm Adil Hussain, signing off.